ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് സുനാമി എന്ന ചാപ്റ്ററാണ് കേട്ടോ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ചാപ്റ്റർ 2 സുനാമി, ഇത് ഹണി ഡ്യൂലെ ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ നമുക്കിവിടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ എന്ന് പറഞ്ഞ മാപ്പ്. അപ്പോൾ ഇതിൽ ഇതാണ് കേട്ടോ ആൻഡമാൻ ആൻഡ് നിക്കോബാർ എന്ന് പറയുന്നത്. ഇതാണ് നിക്കോബാർ. ഓക്കെ, സോ ആൻഡമാൻ നിക്കോബാറിൻ്റെ അവിടെ നോർത്ത് ആൻഡമാൻ, മിഡിൽ ആൻഡമാൻ, ലോ ആൻഡമാൻ, പോർട്ട് ബാലിയർ ആൻഡ് ആൻഡമാൻ സീ, പിന്നെ ലിറ്റിൽ ആൻഡമാൻ. നോർത്ത് ആൻഡമാൻ എന്ന് പറയുമ്പോൾ ആ ആൻഡമാൻ എന്തായിരിക്കും? നോർത്തിലായിരിക്കും. മിഡിൽ എന്ന് പറയുമ്പോൾ അതാ ഇതിൻ്റെ മിഡിലാണ്. ലോവർ എന്ന് പറയുമ്പോൾ അതിൻ്റെ താഴെ. അങ്ങനെ ഓരോ പേരിട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഓരോ സ്ഥലങ്ങൾ, ആൻഡമാൻ സീ, ലിറ്റിൽ ആൻഡമാൻ. ഇത് മൊത്തത്തിലാണ് എന്ത്? ആൻഡമാൻ നിക്കോബാർ. സോ നിക്കോബാർ ഐ വിൽ ഷോ യു. നിക്കോബാർ എവിടെയാണ്? ഇതാണ് നിക്കോബാർ. അപ്പോൾ ഇതാണ് എന്ത്? നിക്കോബാർ. ഈ നിക്കോബാറിൽ ഇവിടെ നമ്മൾ ഇന്ത്യൻ ഓഷ്യൻ ഉണ്ട്, കാർ നിക്കോബാർ ഉണ്ട്, തെരാസ, നോൺ കൗറി, പിന്നെന്താ ഗ്രേറ്റ് നിക്കോബാർ, ലിറ്റിൽ നിക്കോബാർ, പിന്നെ കച്ചാൽ. അപ്പോൾ ഇത്രയും നിക്കോബാറൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ നമ്മൾ സുനാമിനെ കുറിച്ചാണ് പറയുന്നത്. സുനാമി എന്താണ് ആക്ച്വലി? ഒരു ലാർജ് വേവ്, വെരി ലാർജ് ആൻഡ് പവർഫുൾ വേവ്. അത് അണ്ടർലൈൻ ചെയ്ത് കേട്ടോ. കോസ്ഡ് ബൈ വാട്ട്? എർത്ത്ക്വേക്ക് അണ്ടർ ദ സീ. അപ്പോൾ എന്താണ് ആക്ച്വലി ഇത്? ഈ സുനാമി എങ്ങനെയാണ് വരുന്നത്? കടലിൻ്റെ അടിയിൽ എർത്ത്ക്വേക്ക്, അതായത് എർത്ത്ക്വേക്ക് എന്താണെന്ന് അറിയാലോ, ഇങ്ങനെ ഭൂമികുലുക്കം. അത് കടലിൻ്റെ അടിയിൽ നടക്കുമ്പോഴാണ് എന്ത്? സുനാമി വരുന്നത്. അതെന്തായ ലാർജ്, ഇതിപ്പോൾ കടലാണെന്ന് വിചാരിക്കുക, ഇവിടെ ഒരു വീടുണ്ട്. അപ്പോൾ ലാർജ് വേവ്സ്, അതായത് ഭയങ്കര വലിയ വേവ്സ് ആയിരിക്കും അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ 26 ഡിസംബർ 2004 26 ഡിസംബർ 2004 ഒരു സുനാമി വന്നു. എവിടേക്കാണ് സുനാമി വന്നത്? ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, ഞാനിവിടെ എഴുതുന്നത് എന്തൊക്കെയാണ്. തായ്ലാൻഡ്, പിന്നെന്താണ് ഇന്ത്യ, ഒരു പാർട്ട് ഇന്ത്യയിലും ഉണ്ട് കേട്ടോ. പിന്നെ എവിടെയാണ്? ആൻഡമാൻ നിക്കോബാറിലുണ്ട്. അത് നമുക്ക് ഇടാം, ആൻഡമാൻ നിക്കോബാർ. അങ്ങനെ കുറേ ഇവിടെ മെയിൻലി പറയുന്നത് തായ്ലാൻഡ് പാർട്ട് ഓഫ് ഇന്ത്യ, ആൻഡമാൻ നിക്കോബാർ, പിന്നെ ഒരു തമിഴ്നാട് കോസ്റ്റ്. അപ്പോൾ ഇവിടെയൊക്കെയാണ് എന്ത് വന്നത്? സുനാമി വന്നത്. അതും ഏത് ഇയറിൽ? ഈ 2004. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇതിൽ പറയുന്നത്, ഡിഡ് ആനിമൽ സെൻസ് ദാറ്റ് സുനാമി വാസ് കമ്മിങ്? സം സ്റ്റോറീസ് സജസ്റ്റ് ദാറ്റ് ദേ ഡിഡ്. അപ്പോൾ ഇതിൽ പറയണ ഈ മൃഗങ്ങൾക്ക് ഈ എന്തെങ്കിലും ഡിസാസ്റ്ററൊക്കെ വരുമ്പോൾ അതിന് കുറേ മണിക്കൂറുകൾക്ക് മുമ്പ് അത് അറിയും. അപ്പോൾ ആ സമയം കൊണ്ട് അവരെന്തെങ്കിലും രക്ഷപ്പെടും. ഇത് കുറേ കഥകളിൽ ഇതിൽ കുറച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് മീനിങ്സ് നോക്കാം. ആർച്ചിപ്പിലോഗോ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഐലൻഡുകളുടെ കൂട്ടം. അതായത് കടലിന് കൊണ്ട് തൊട്ടും കൊണ്ടുള്ള ഐലൻഡുകളുടെ കൂട്ടം. അതിനാണ് എന്ത് പറയുന്നത്? ആർച്ചിപ്പിലോഗോ. പിന്നെ ടെർമോർ എന്ന് വെച്ചാൽ എന്താണ്? ടെർമോർ എന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഷേക്കിംഗ് അല്ലെങ്കിൽ ഷിവറിംഗ് എന്ന് പറയും. കേട്ടോ. അത് എർത്ത്ക്വേക്കിന് ബേസ്ഡ് ആയിട്ടാണ് കേട്ടോ. പിന്നെ അത് ജസ്റ്റ് ഷേക്കിംഗ് ആൻഡ് ഷിവറിംഗ് എന്ന് എഴുതിയാൽ മതി. ചാവോസ് എന്ന് വെച്ചാൽ എന്താണ്?
കംപ്ലീറ്റ് ഡിസോർഡർ ഓർ കൺഫ്യൂഷൻ ആണ് ആക്ച്വലി അവിടെ വരുന്നത്. ഇതിൽ ചാപ്റ്ററിൻ്റെ ബേസ്ഡായ കുറേ ഇങ്ങനത്തെ വേർഡ്സ് ഉണ്ട്, അതിനെക്കൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. സോ ഫസ്റ്റ് പേജിൽ ഈ 3 ന്യൂ വേർഡ്സേ ഉള്ളൂ. ഇനി നമുക്ക് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം ചാപ്റ്റർ. ഓക്കെ, സോ നമ്മൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ നമ്മൾ ദീസ് സ്റ്റോറീസ് ആർ ഓൾ ഫ്രം വാട്ട് ആൻഡമാൻ ആൻഡ് നിക്കോബാർ. ആർച്ചിപ്പിലോഗോ എന്ന് വെച്ചാൽ എന്താണ്? ഗ്രൂപ്പ് ഓഫ് ഐലൻഡ് ആൻഡ് ദ സറൗണ്ടിങ് സീ. ഓക്കെ, അപ്പോൾ അതായത് കൂട്ടം എന്താണ്? ഐലൻഡുകളുടെ കൂട്ടം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇഗ്നീഷ്യസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരാളുടെ പേരാണ് കേട്ടോ, ഒരാളുടെ പേരാണ്. ഞാൻ ആദ്യം എന്താ വിചാരിച്ചതെന്നറിയാം, ഒരു റോക്കില്ലേ, നമ്മൾ ഇഗ്നീഷ്യസ് റോക്ക് എന്നൊക്കെ പറയില്ലേ, ഞാൻ ആദ്യം അതായിരുന്നു വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല. ഇഗ്നീഷ്യസ് എന്ന് വെച്ചാൽ ഒരു ആളുടെ പേരാണ് കേട്ടോ. അപ്പോൾ ഇഗ്നീഷ്യസ് ആരാണിതിൽ? ഈ കഥാപാത്രത്തിൽ ആരാണ്? ഒരു മാനേജറാണ്, കോപ്പറേറ്റീവ് മാനേജറാണ് കേട്ടോ. അപ്പോൾ കോപ്പറേറ്റീവ് മാനേജർ ഏത് സിറ്റിയിൽ, ഏത് സൊസൈറ്റീൻ്റെ മാനേജറാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? കച്ചാൽ എവിടുത്തെയാണ്? നിക്കോബാർ ആണോ അല്ലെങ്കിൽ ആൻഡമാൻ ആണോ? നമ്മൾ ആ മാപ്പിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. കച്ചാൽ എവിടെയാണ്? കാണിച്ചരാട്ടോ. കച്ചാൽ എന്ന് പറയണതാ ഇവിടെയാണ്, നിക്കോബാറിൻ്റെ അവിടെയാണ് എന്ത് കച്ചാൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാം. ഓക്കെ, സോ കച്ചാൽ എന്ന് പറയുന്ന സൊസൈറ്റീൻ്റെ കോപ്പറേറ്റീവ് മാനേജറായിരുന്നു ആര്? ഈ ഇഗ്നീഷ്യസ് എന്ന് പറയുന്ന ആൾ. ഓക്കെ, അപ്പോൾ ഒരു ദിവസം ഇഗ്നീഷ്യസിൻ്റെ ഭാര്യ എന്ത് ചെയ്തു? 6 മണിക്ക് വേഗം എണീറ്റു. എന്തിനെണീറ്റ്? അവരുടെ ഭാര്യ വിചാരിച്ചു വല്ല അവർക്കെന്തോ ഏർത്തിക്കായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ അവരെന്ത് ചെയ്തു? പെട്ടെന്ന് എണീറ്റു. എന്നിട്ട് എന്ത് ചെയ്തു? ഇഗ്നീഷ്യസ് എന്ത് ചെയ്തു? അവരെന്ത് ചെയ്തു? ശ്രദ്ധിച്ച് ആ ടി വിയില്ലേ, ടെലിവിഷൻ എന്ത് ചെയ്തു? ഒരു ടേബിളിൻ്റെ മുകളിലായിരുന്നു ആ ടെലിവിഷൻ. അതായത് ആ ടേബിളിൻ്റെ മുകളിൽ നിന്ന് ആ ടെലിവിഷൻ താഴേക്ക് ഇറക്കി വെച്ചു. ഓക്കെ, അപ്പോൾ താഴേക്ക് ഇറക്കി വെക്കുമ്പോൾ വല്ല ഏർത്തിക്കൊക്കെ വന്നാൽ താഴെ വീണ് പൊട്ടാതിരിക്കാനാണ് അങ്ങനെ താഴേക്ക് എടുത്തു വെച്ചത്. അത് എങ്ങോട്ട്? ഗ്രൗണ്ടിലേക്ക് എടുത്തു വെച്ചു. പിന്നെന്താണ്? ദെൻ ദ ഫാമിലി റഷ്ഡ് ഔട്ട് ഓഫ് ദ ഹൗസ്. അതായത് അവരുടെ ഫാമിലി, ഓക്കെ ഒരു സെക്കൻഡ്, ഓക്കെ, അപ്പോൾ അവരുടെ ഫാമിലി എന്ത് ചെയ്തു? വേഗം വീട്ടിൻ്റെ പുറത്തേക്ക് ഓടിപ്പോയി. അതായത് ഈ തിരമാല, ഈ ഏർത്തിയൊക്കെ ഉണ്ടാകുമ്പോൾ വീടൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴത്തില്ലേ, അപ്പോൾ അവരെന്ത് ചെയ്തു? പുറത്തേക്ക് ഓടിപ്പോയി. ദെൻ വെൻ ദ ട്രെമർ സ്റ്റോപ്പ്, അതായത് ട്രെമർ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഷേക്കിംഗ് ഓർ ഷിവറിങ്. അതൊന്ന് സൈഡിൽ എഴുതി വെക്കാം കേട്ടോ. ഷേക്കിംഗ് അല്ലെങ്കിൽ എന്താണ്? ഷിവറിങ്. അപ്പോൾ ഇതാ വെയിറ്റ് ചെയ്യൂ. ഓക്കെ, ഇതാ ഷേക്ക്, അതിൽ ഷിവറിങ് എന്ന് കൊടുക്കാം കേട്ടോ. ഓക്കെ, സോ ഇവിടെ എനിക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്നില്ല, അതിനെക്കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അതായത് പെട്ടെന്ന്, അതായത് ഈ ഷേക്ക്, അതായത് ഈ കുലുക്കവും അതൊക്കെ നിന്നപ്പോൾ അതായത് ഈ കടലുണ്ടല്ലോ, കടൽ വേഗം ഉദിച്ച് വന്നു. അപ്പോൾ ഇവർക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. എങ്ങോട്ട് ഓടിപ്പോകണം, എങ്ങോട്ട് പോവും, എങ്ങനെ നമ്മൾ രക്ഷപ്പെടുന്നു, വല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ അവരെന്ത് ചെയ്തു? 2 കുട്ടികൾ എന്ത് ചെയ്തു? ഗ്രാൻഡ് ഫാദർ, അതായത് മദേഴ്സ് ഫാദർ എന്ന് പറയുമ്പം ആ കുട്ടികളുടെ 2 കുട്ടികളുടെ അച്ഛൻ, അതായത് അമ്മയുടെ അച്ഛൻ, അതായത് ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെ ആ 2 കുട്ടികൾ കൈപിടിച്ച് പോയി.
പിന്നെ അവരുടെ കൂടെ ആരുണ്ടായിരുന്നു, അവരുടെ അങ്കിൾ ഉണ്ടായിരുന്നു, അതായത് മദേഴ്സ് ബ്രദർ, അതായത് അങ്കിള്. അപ്പോൾ അവരെന്ത് തിരമാല വരുന്നത് കണ്ടപ്പോൾ അവർ രണ്ടുപേരും രണ്ട് സൈഡിലായി, അതായത് ഇഗ്നീഷ്യസിൻ്റെ ഭാര്യയും അവർ രണ്ട് സൈഡായിട്ട് അവർ ഓടിപ്പോയി. പിന്നീട് ഇഗ്നീഷ്യസ് അവർ പിന്നീട് തീരെ കണ്ടിട്ടില്ലായിരുന്നു. കുറേ ഹീ നെവർ സോ ദം എഗെയിൻ. അതായത് അവർ ഇഗ്നീഷ്യസ് എന്ത് ചെയ്തു, പിന്നീട് അവരുടെ ഫാമിലീനെ കണ്ടിട്ടില്ലായിരുന്നു അവർ ആ തിരമാല അടിച്ചു പോയപ്പോൾ. പിന്നെ അവരുടെ ഭാര്യയും ആ തിരമാലയിൽ അവർ അവരും പെട്ടുപോയി. പിന്നെ അവരും അതിൽ കൂടെ വാഷ്ഡായിപ്പോയി, അതായത് അതിൽ കൂടെ ഒലിച്ചുപോയി. പിന്നെ അവരുടെ കൂടെ ഇഗ്നീഷ്യസിൻ്റെ കൂടെ നിന്ന ഒരു 3 കുട്ടികളുണ്ടായിരുന്നു. ആ 3 കുട്ടികളും ഇഗ്നീഷ്യസും എന്തായി, സേവായി. അതായത് ആ തിരമാലയിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ന്യൂ വേർഡ്സ് ഉണ്ട് നെക്സ്റ്റ് പേജിൽ. റിലീഫ് ഹെലികോപ്റ്റേഴ്സ് എന്താണ്, നമ്മൾ പീപ്പിൾ, അതായത് ഈ ഫ്ലഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഹെലികോപ്റ്റേഴ്സ്, നമ്മളെ മനുഷ്യരൊക്കെ രക്ഷിക്കാനായിട്ട് കുറേ ഹെലികോപ്റ്റേഴ്സ്, അതിനാണ് റിലീഫ് ഹെലികോപ്റ്റേഴ്സ്, രക്ഷിക്കാനായിട്ടുള്ള ഹെലികോപ്റ്റേഴ്സ്. ഓക്കെ, റെസൈഡ് എന്ന് വെച്ചാൽ മൂവ് ബാക്ക് ഫ്രം വെയർ ഇറ്റ് വാസ്. അതായത് നിങ്ങളിപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അവിടുന്ന് മാറി നിൽക്കുക, അതായത് അവിടുന്ന് പിന്നോട്ട് കുറച്ച് ഡിസ്റ്റൻസിൽ മാറി നിൽക്കണം എന്നൊക്കെ പറയാം. ഓക്കെ, അത്രയേ ഉള്ളൂ മീനിങ് കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് കഥ തീർന്നു. ഇനി സെക്കൻഡ് കഥ, അതായത് ഈ ചാപ്റ്ററിൽ ഓരോരുത്തരുടെ കഥയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് ഇഗ്നീഷ്യസിൻ്റെ കഥയായിരുന്നു. നെക്സ്റ്റ് നമ്മൾ സഞ്ജീവ് എന്ന് പറയുന്ന ഒരു പോലീസ്മാൻ്റെ കഥയാണ്. ആക്ച്വലി സഞ്ജീവ് എന്ന് പറയുന്നത് ഒരു പോലീസ്മാനാണ്. ആ കച്ചാൽ, അതായത് നിക്കോബാറിൻ്റെ സ്ഥലം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നിക്കോബാറിൻ്റെ സ്ഥലത്തിലുള്ള ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ദിവസം കച്ചാൽ എന്ത് ചെയ്തു, കച്ചാൽ ഇതേ സെയിം സിറ്റുവേഷൻ, അതായത് ഈ സുനാമി വന്നപ്പോൾ കച്ചാൽ അവനെ തന്നെ ആദ്യം രക്ഷിച്ചു. അവനെ ആദ്യം രക്ഷിച്ചാലല്ലേ അവന് വേറെ ആൾക്കാരെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അവനെന്ത് ചെയ്തു, ആദ്യം അവനെ തന്നെ രക്ഷിച്ചു. പിന്നെ അവൻ്റെ ഭാര്യയും പിന്നെ ഒരു കുഞ്ഞു വാവ ഉണ്ടായിരുന്നു, അവരുടെ മകള്, ഒരു ബേബി ഡോട്ടർ ഉണ്ടായിരുന്നു, അവളെയും രക്ഷിച്ചു. പിന്നെ എവിടെ നിന്നാണ് രക്ഷിച്ചേ, ആ സുനാമിയിൽ നിന്ന് രക്ഷിച്ചിട്ടോ. പിന്നീട് അവരുടെ ഒരു കരച്ചിൽ കേട്ടു, അവർ അയ്യോ രക്ഷിക്കണേന്ന് പറഞ്ഞിട്ടുള്ള ഒരു കരച്ചിൽ കേട്ടു. നോക്കിയപ്പോൾ ജോൺസിൻ്റെ വൈഫാണ്. ജോൺസ് ആരാണ്, ഗസ്റ്റ് ഹൗസിലെ കുക്കായിരുന്നു കേട്ടോ. ഗസ്റ്റ് ഹൗസിലെ കുക്കായിരുന്നു ജോണിൻ്റെ വൈഫ്. എന്താണ്, ആ തിരമാലയിൽ പെട്ടുപോയി. അപ്പോൾ എന്ത് ചെയ്തു, സജീവ് എന്ന് പറയുന്ന പോലീസ്മാൻ എന്ത് ചെയ്തു, കടലിൽ നിന്ന്, അതായത് തിരമാല, അതായത് ആ സുനാമി ആ വെള്ളത്തിലേക്ക് വേഗം എടുത്ത് ചാടിയിട്ട് എന്ത് ചെയ്തു, അവരെ റെസ്ക്യൂ ചെയ്യാൻ പോയി. എന്നിട്ട് എന്താ സംഭവിച്ചത്, ആ 2 പേര്, അതായത് സജീവും മറ്റേ ജോണിൻ്റെ ഭാര്യ എന്ത് ചെയ്തു, ആ കടലിൽ, ഈ കടലിനായപ്പോഴാണ് ആ വെള്ളത്തിൽ ഒലിച്ചു പോയി കേട്ടോ. എന്നിട്ട് ഇതാണ് ആ പാരഗ്രാഫിൽ ഒരു സീന് കഴിഞ്ഞു. ഇപ്പോൾ 2ാമത്തെ സീനും കഴിഞ്ഞു. ഇനി അടുത്ത 3ാമത്തെ സീനാണ് 13 years old മേഘന. അപ്പോൾ ആദ്യം ആരായിരുന്നു, ഇഗ്നീഷ്യസ് എന്ന് പറയുന്ന ആളായിരുന്നു. പിന്നീട് ആരായിരുന്നു, സഞ്ജീവ് എന്ന് പറയുന്ന ആളും. പിന്നെ ഇപ്പം മേഘന എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് കേട്ടോ. അപ്പോൾ 13 വയസ്സുകാരിയായ മേഘന ഈ സുനാമിയിൽ അവളെന്ത് ചെയ്തു, ഈ സുനാമിയിലെ ഈ വെള്ളത്തിൽ പെട്ട് അവളും ഒലിച്ചുപോയി. പിന്നെ അലോങ് വിത്ത് ഹെർ പാരൻസ് ആൻഡ് 77 അതർ പീപ്പിൾ, അവരുടെ കൂടെ, അതായത് മേഘനേൻ്റെ കൂടെ അവളുടെ പാരൻസും പിന്നെന്താ 77 ആൾക്കാരും ഉണ്ടായിരുന്നു അവരുടെ കൂടെ. അവർ ഒക്കെ ഒലിച്ചുപോയി. ഷീ സ്പെൻഡ് 2 days ഫ്ലോട്ടിങ് ഇൻ സീ. അവരപ്പോൾ 2 ദിവസം എന്ത് ചെയ്തു,
ആ കടലിൽ അവരിങ്ങനെ തങ്ങി. അതായത് മേഘനയെ കുറിച്ചാണ്. ബാക്കി എല്ലാവരും എന്ത് ചെയ്തു, അതിൽ ഒലിച്ചുപോയി. അപ്പം മേഘന 2 ദിവസം എങ്ങനെയൊക്കെയോ ആ സീൽ നിന്നു. എങ്ങനെയാണ് നിന്നേ? ഒരു പലക കഷ്ണമായ വുഡിൻ്റെ ഒരു ഡോറുണ്ടായിരുന്നു, ഒരു ഡോറ്. ആ ഡോറിൻ്റെ മുകളിൽ നിന്ന് കുറേ ദിവസം വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ 11 പ്രാവശ്യം എന്ത് ചെയ്തു? റിലീഫ് ഹെലികോപ്റ്റേഴ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് റിലീഫ് ഹെലികോപ്റ്റേഴ്സിൻ്റെ മീനിങ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, സോ റിലീഫ് ഹെലികോപ്റ്റേഴ്സ് 11 എത്ര പ്രാവശ്യമാണ് വന്നത്? 11 പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 11 പ്രാവശ്യം വന്നിട്ട് പോലും അവളെ കണ്ടിട്ടില്ല. ആ റിലീഫ് ഹെലികോപ്റ്റേഴ്സ് മേഘനയെ കണ്ടിട്ടില്ല. പിന്നെ ഷീ വാസ് ബ്രോട്ട് ടു ദ ഷോർ ഓഫ് ദ വേ. പിന്നെ അവൾ എന്ത് ചെയ്തു? അവൾക്ക് കുറേ നേരം നിൽക്കാൻ പറ്റാത്തതിനാൽ ആൻഡ് വാസ് ഫൗണ്ട് വാക്കിംഗ്. അത് എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് ആ വേവ്സ് അവളെ എന്ത് ചെയ്തു? കരയിലേക്ക് എത്തിച്ചു. അത് സീഷോർ എന്ത് ചെയ്തു? അതിനെ കരയിലേക്ക് എത്തിച്ചു എന്നാണ് പറയണത്. ആക്ച്വലി മേഘന അതിൽ രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിൽ പറയണുള്ള പോലെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മേഘനേൻ്റെ സ്റ്റോറി കഴിഞ്ഞു. ഇതിപ്പോൾ 3ാമത്തെ സീന് കഴിഞ്ഞു. ഇനി 4ാമത്തെ സീനാണ് കേട്ടോ. ഈ 4ാമത്തെ സീന് എന്തിനെക്കുറിച്ചാണ് പറയണേ? യെസ്, അൽമാസ് എന്ന് പറയുന്ന ഒരാളാണ്. ഇപ്പോൾ നമ്മൾ 4ാമത്തെ സീനാണ് കേട്ടോ പറയണേ. ഓക്കെ, സോ 4. ഓക്കെ, അൽമാസ് എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ അൽമാസ്, സോറി. ഓക്കെ, സോ അൽമാസ് ജേവിഡ്. ആ കുട്ടി എത്ര വയസ്സുണ്ടായിരുന്നു? ആ കുട്ടിക്ക് 11 വയസ്സായിരുന്നു. 11 അല്ല, 10 വയസ്സായിരുന്നു. സോറി 10 വയസ്സായിരുന്നു കേട്ടോ ആ കുട്ടിക്ക്. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓ സോറി സ്റ്റുഡൻസ്, എൻ്റെ നെറ്റ്വർക്ക് ഇഷ്യൂ ആയതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, സോ വെയിറ്റ് ചെയ്യും. ഇപ്പോൾ കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ, സോ അലാവ് ജേവൺ എന്ന് പറയുന്ന 10 വയസ്സുകാരി ഒരു കാർമൽ കോൺവെൻറ്റ് ഇൻ പോർട്ട് ബെലാർ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. കാർമൽ കോൺവെൻറ്റ് എന്ന് പറയുന്ന സ്കൂളിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ആ കുട്ടിയുടെ അച്ഛനൊരു പെട്രോൾ പമ്പും ഉണ്ട്. ആ കുട്ടിയുടെ അമ്മയുടെ പേരെന്താണ്? രാഹിലേൻ്റെ വീട്ടിലേക്ക് പോയി. എവിടെയായിരുന്നു? നാൻകൗറി ഐലൻഡ്. ഇത് ഈ ഒരു സെക്കൻഡ്. ഓക്കെ വെയിറ്റ്. ഓക്കെ, വെയിറ്റ്. ഓക്കെ, അപ്പോൾ ഈ പോർട്ട് ബാലിയറിൻ്റെയും പിന്നെ നാൻകൗറി ഐലൻഡും എവിടെയായിരുന്നു? ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എവിടെയാ? ഈ നിക്കോബാർ സ്ഥലത്തായിരുന്നു കേട്ടോ. സോറി. നാൻകൗറി, പിന്നെ ഏതാണ്? ബാലിയ ഇവിടെയുണ്ട്, ആൻഡമാൻ സൈഡിലായിരുന്നു. ഓക്കെ, അപ്പോൾ അതായിരുന്നു. അപ്പോൾ നാൻകൗരി. അപ്പോൾ എന്തിനായിരുന്നു ഭാര്യയുടെ വീട്ടിലേക്ക് പോയത്? ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാനായിരുന്നു പോയത്. അപ്പോൾ പെട്ടെന്ന് ഈ ട്രമർ, അതായത് ഈ ഷേക്കിങ് രാവിലെ വന്നു. രാവിലെ ആയിരുന്നു ഈ ഷേക്കിങ് വന്നത്. അപ്പോൾ ഇവരെല്ലാവരും ഉറങ്ങുമായിരുന്നു. അൽമാസിൻ്റെ ഫാദർ ഈ കടലിലെ വെള്ളം ഇങ്ങനെ ബാക്കോട്ട് ഭയങ്കരമായിട്ട് ശക്തമായി ബാക്കോട്ട് പോവുമായിരുന്നു. പിന്നെ അവർക്ക് മനസ്സിലായ ഈ വെള്ളം ശക്തമായി ബാക്കോട്ട് പോയിട്ട് ഗ്രേറ്റ് ഫോഴ്സിൽ ഫ്രണ്ടിലോട്ട് വരും, നമ്മളെ അടിച്ചിതാക്കുന്നൊക്കെ അതിന് മനസ്സിലായി. ആർക്ക് മനസ്സിലായി? ഇതിനൊരു ചെറിയ പ്രോബ്ലം ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ആർക്ക് മനസ്സിലായി? അൽമാസിൻ്റെ ഫാദർ മനസ്സിലായി. എന്നിട്ട് അൽമാസിൻ്റെ ഫാദർ എന്ത് ചെയ്തു? എല്ലാവരെയും വിളിച്ചെണീപ്പിച്ച് പെട്ടെന്ന് റഷ്, അതായത് ഒരു സേഫർ പ്ലേസിലേക്ക് അവരെ ഓടിച്ചെല്ലാൻ വേണ്ടി തയ്യാറായി. പിന്നെന്ത് ചെയ്തു?
ആസ് ദേ റാൻ ഹർ ഗ്രാൻഡ് ഫാദർ, അതായത് ആ സമയത്ത് അവരുടെ ഗ്രാൻഡ് ഫാദറുടെ തലയിൽ എന്തോ വന്നിടിച്ചു, എന്നിട്ട് താഴെ വീണു. അപ്പോൾ താഴെ വീണിട്ട് അവരുടെ അച്ഛൻ, അതായത് അൽമാസിൻ്റെ അച്ഛൻ എന്ത് ചെയ്തു, വേഗം പോയി അവർ ഗ്രാൻഡ് ഫാദറിനെ രക്ഷിക്കാൻ വേണ്ടി പോയി. എന്നിട്ട് ദെൻ കെയിം ദ ഫസ്റ്റ് ഗെയിൻഡ് വേവ്. പിന്നെ ആ സമയത്ത് എന്തോ ആദ്യത്തെ ശക്തമായ വേവ്, അതായത് ആ തിരമാല വന്നു. എന്നിട്ട് എന്ത് ചെയ്തു, അവർ രണ്ടുപേരും ഒലിച്ചു പോയി. ആ തിരമാലയിൽ എന്ത് പോയി, അവർ രണ്ടുപേരും ഒലിച്ചു പോയി കേട്ടോ.